എൻ്റെ അധ്യക്ഷൻ നമ്മുടെ വാർഡ് മെമ്പർ മോഹൻദാസ് സാർ, നമ്മുടെ മടവൂർ പഞ്ചായത്തിൻ്റെയും ഇപ്പോൾ പള്ളിക്കൽ പഞ്ചായത്തിൻ്റെയും ചാർജിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ബാബു, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആശംസിക്കുമ്പോൾ ഈ ന്യൂ ഇയർ കഴിയുന്നതിനും വരെ ആശങ്കാജനകമായ ദിവസങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. പോലീസുകാർക്കറിയാം, ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയാണ്. കാരണം ഈ ആഘോഷങ്ങളൊക്കെ പലപ്പോഴും അപകടങ്ങളിലേക്ക് വഴിമാറാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവ സീസണാണ്. അപ്പോൾ ക്രിസ്മസ്, എനിക്ക് തോന്നുന്നു ഇവിടെ ക്രിസ്മസ് ആഘോഷം വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടാകില്ല. പക്ഷേ എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കുഴപ്പങ്ങളുണ്ടാവും. അത് കഴിഞ്ഞുള്ള ന്യൂ ഇയർ അന്ന് രാത്രിയിൽ 31-ാം തീയതി രാത്രിയിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡ്യൂട്ടിയിലായിരിക്കും. പിറ്റേന്ന് രാവിലെ വരെ ഉണ്ടാകാവുന്ന അപകടങ്ങളും അതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളും ഒക്കെ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. പലപ്പോഴും ഈ ആഘോഷങ്ങളൊക്കെ അതിര് വിട്ട് അക്രമങ്ങളിലൊക്കെ കലാശിച്ച് കൊലപാതകങ്ങളിൽ വരെ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ജാഗരൂകരായി നമ്മുടെ സമൂഹം നിൽക്കേണ്ടുന്ന ഒരു സമയമാണ് ഇനി വരുന്ന സമയങ്ങൾ. അതുപോലെ തന്നെ ഉത്സവാഘോഷങ്ങളാണെങ്കിലും പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വരുന്ന ആ ദിവസങ്ങൾ, കഠിനമായ ദിവസങ്ങളുടെ ഒരു ഭയത്തിലും ജാഗ്രതയിലും ഒക്കെയാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പം നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ജാഗ്രതാ സമിതി മീറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള സമൂഹത്തിൽ നടക്കുന്ന പല കുഴപ്പങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണാജനകമായ ചില പ്രസ്താവനകളും, അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഓവർ ജാഗ്രത കൊണ്ട് സംഭവിക്കുന്ന ചില പേടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത് കേട്ടിരുന്നു, നമ്മുടെ നാട്ടിൽ കുറുവാ സംഘം എന്ന പേരിൽ കുറച്ച് ആളുകൾ വന്നിട്ട് നമ്മുടെ പല സ്ഥലങ്ങളിലും അക്രമം നടത്തിയതായിട്ടും വീടൊക്കെ ചവിട്ടി പൊളിച്ചകത്ത് കയറി കൊള്ളയടിച്ചതായിട്ടുമൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കാണുകയും പലതരത്തിലുള്ള വീഡിയോകൾ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോകളൊക്കെ അതിനകത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിലുമുള്ള വീഡിയോകളാണ് പലപ്പോഴും ഇവിടെ പ്രചരിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾ, അങ്ങനെ വലിയ കുറുവാ സംഘത്തിൻ്റെ അക്രമം ഉണ്ടായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മണ്ണഞ്ചേരി പ്രദേശത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മോഷണം നടന്നിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഘം ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. കുറുവാ സംഘം എന്ന് അറിയപ്പെടുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലെ കവർച്ചയ്ക്കായിട്ട് ചില പ്രത്യേക ഗ്രാമങ്ങളിലുള്ള ആളുകൾ തന്നെയുണ്ട്. അവിടെ ബ്ലേഡ് വെച്ച് പൂജിച്ചതിന് ശേഷമാണ് അവർ വരുന്നത്. ബ്ലേഡാണ് അവരുടെ, എനിക്ക് തോന്നുന്നു, അവരുടെ ഉപാസനാമൂർത്തി എന്ന് തോന്നുന്നു. അത് വെച്ച് പൂജിച്ചിട്ടാണ് അവർ മോഷണത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ പോലെയാണ്. നമ്മളിപ്പോൾ ഇവിടെ കൃഷിപ്പണി ചെയ്യുന്ന ആളുകളോ മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകളോ ചെയ്യുന്നത് പോലെ അവരുടെ തൊഴിലായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനകത്തൊരു പശ്ചാത്താപമോ അതിനിടയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ജോലി അവർ നിർവഹിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഉണ്ട്. അവർ പല സ്ഥലങ്ങളിലും മോഷണവും പിടിച്ചുപറിയും അതുപോലെ തന്നെ കൊള്ളയടിയൊക്കെ നടത്തിയിട്ടുണ്ട്, അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മൾ വളരെയധികം ഈ സംഘത്തെപ്പറ്റി കൂടുതൽ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഒരു ചെറിയ വാർത്ത പോലും അത് വളരെ വേഗം തന്നെ കാട്ടുതീ പോലെ പടരുകയും അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വാർത്ത അവസാനമുള്ള ആളിലെത്തുമ്പോഴേക്കും അതിനെ വലിയ ഒരു മാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും വീഡിയോകളും ഒന്നും നമുക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. പലപ്പോഴും ഒരാൾ ക്രിയേറ്റ് ചെയ്തിടുന്ന ഒരു വീഡിയോ ആളുകളുടെ ഇടയിൽ യഥാർത്ഥ സംഭവമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെടും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഈ SP-യുടെ സ്ക്വാഡിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, പള്ളിക്കൽ ലിമിറ്റിലുള്ളതാണ്, മൂതലയുള്ള ഒരു ദിലീപ് എന്നെ വിളിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട്. ഒരാൾ ഉണ്ടാക്കിയിട്ടതാണ്, അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അയാൾ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് അയാൾ ബീവറേജിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പോലീസുകാർ തടഞ്ഞു നിർത്തി ആ കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അതിനുശേഷം സ്റ്റേഷന് പുറകെ ഇരുന്ന് വെള്ളോടിയാണെന്ന് ഞാനയാളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ സാറേ സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ആ വീഡിയോ കാണുന്ന ഒരാളിനെ സംബന്ധിച്ച് പോലീസിനെ പറ്റിയുള്ള എന്തായിരിക്കും അവരുടെ ചിന്താഗതി? ആ വീഡിയോ കാണുന്ന ആളുകൾ സത്യമാണെന്ന് വിചാരിക്കുകയും പോലീസിനെ മോശമായി കാണാനും ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ, ആ വീഡിയോയിൽ കാണുന്ന കാര്യം സത്യമല്ല എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും അറിയാം, അയാൾക്കും അറിയാം. പക്ഷേ ബാക്കിയുള്ള കാണുന്ന ആളുകൾ അത് ശരിയാണെന്ന് തന്നെ വിശ്വസിക്കണം. ചിലപ്പോൾ ഇത് ആളുകൾ വേറെ ആൾ ഷെയർ ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒടുക്കമെത്തുന്ന ആളുകൾ, കുറേ കാലം കഴിഞ്ഞ് ഷെയർ ചെയ്ത് കിട്ടുന്ന ആളുകൾ വിചാരിക്കുന്നത് സത്യമാണെന്നാണ്. നമ്മളിപ്പോഴും കാണാം, വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പോയ കുട്ടികളുടെ വാർത്തകൾ ഇപ്പോഴും ഷെയർ ചെയ്ത് വരുന്ന കാണാം. ഇപ്പോഴും ഈ കുട്ടി, അതുപോലെ തന്നെ ഒരു അല്പം ഇരുണ്ട നിറമുള്ള ഒരു സ്ത്രീ ഒരു വെളുത്ത കുട്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അവരെ തടഞ്ഞു നിർത്തി ഇത് ആരുടെ കുട്ടിയാണെന്ന് കണ്ടെത്തുന്നിടം വരെ ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ. അപ്പോൾ നമ്മുടെ ഒരു സങ്കല്പമാണത്. എന്താ, ഒരു അല്പം ഇരുണ്ട നിറമുള്ള ഒരാളിന് വെളുത്ത നിറമുള്ള ഒരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ള ഒരു സങ്കല്പം കൊണ്ട് നമ്മൾ ആ കുട്ടിയെ അവർ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് കരുതിയാണ് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്.
പക്ഷേ അതുമൂലം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ആ പ്രചരിപ്പിക്കുന്ന ആളുകൾ അറിയില്ല. യഥാർത്ഥ സംഭവം അറിയാതെ നമ്മൾ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറുവാ സംഘത്തെ പറ്റിയുള്ള ഒരു വാർത്ത കുറേ ആളുകൾ, കുറേ തടിമാടന്മാരായ ആളുകൾ കയ്യിൽ മാത്രം, അത് നിക്കറാണോ ട്രൗസർ മാത്രം ഇട്ടുകൊണ്ട് വലിയ കല്ലെടുത്തൊരു വീടിൻ്റെ കഥ ഇടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ. പക്ഷേ യഥാർത്ഥത്തിൽ ആ വീഡിയോ ഒന്നും തന്നെ, ആ സംഭവങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ നടന്നതല്ല, കേരളത്തിൽ നടന്നതല്ല. കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം മറ്റൊരു സംസ്ഥാനം പോലെയല്ല. കേരളം എന്ന് പറയുമ്പോൾ വളരെയധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ്, ഒരു സംസ്ഥാനമാണ്. വളരെയധികം ആളുകൾ ഇടതങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. അത് മാത്രമേ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അത് പ്രതികരിക്കുകയും നോക്കുകയും കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടേത്. കുറേ കൂടി പ്രബുദ്ധരായ ആളുകളാണ്. പക്ഷേ പലപ്പോഴും ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പ്രചരിച്ചെത്തുമ്പോഴേക്കും അനാവശ്യമായ ഭീതി നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഈ കുറുവാ സംഘത്തിൻ്റെ ആ വാർത്തകൾ വന്ന സമയത്ത് തന്നെയാണ് ഈ വീഡിയോകളൊക്കെ പ്രചരിക്കപ്പെട്ടത്. അപ്പോൾ അതുമൂലം ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളില്ല. നമ്മുടെ ഈ മൂതല തന്നെ ഒരു 2 വാഹനങ്ങളായിട്ട് വന്ന ഒരു ക്വാളിസും പിന്നെ വേറെ ഒരു വണ്ടിയാണ്. ഈ 2 വണ്ടിയിലായിട്ട് വന്ന ആളുകൾ ഒരു വീടിൻ്റെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അത് വാർത്തകളും സോഷ്യൽ മീഡിയയിലുള്ള പിന്നെ കുറിപ്പുകളും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയി നോക്കിയിരുന്നു. ആ വണ്ടി നമ്മൾ അടുത്ത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. തമിഴ്നാട്ടിലെ ഏതോ അഡ്രസ്സാണ്. അതിൽ ഒരു ഫോൺ നമ്പർ അവിടുത്തെ ഒരു RTO ഓഫീസിലെ ജീവനക്കാരൻ്റെ ഫോൺ നമ്പറാണ്. ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആ വണ്ടിയുടെ ഓണറെ കിട്ടിയില്ല. കാരണം തമിഴ്നാട്ടിലായതുകൊണ്ട് നമ്മൾ പോലെ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അത് അവിടെ നമ്മളുടെ ഒരു അനുമാനം എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗേറ്റും അതിൻ്റെ ആ സ്ട്രക്ചറും ഒക്കെ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അപ്പോൾ അത് കണ്ട് ആരെങ്കിലും അതുപോലെ നിർമ്മിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാവാം. ഈ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ട് വഴിതെറ്റിയൊക്കെ വന്നപ്പോൾ ഇത് കണ്ട് അതിൻ്റെ കൗതുകം കൊണ്ട് എടുത്തതാവാം. ഞങ്ങൾ അതിനുശേഷം ആ വാഹനത്തെ പറ്റി പലയിടങ്ങളിലും അന്വേഷിക്കുകയൊക്കെ ചെയ്തെങ്കിലും വേറെ എങ്ങും തന്നെ അങ്ങനെ ഒരു വാഹനത്തെ പറ്റിയോ ഒരു വാർത്തകളോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ജില്ലാ പോലീസിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലും മറ്റ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് മുഖേന ഈ നമ്മുടെ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൈറ്റിലും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ആ വാഹനം എവിടെയെങ്കിലും കണ്ടാൽ തടഞ്ഞു നിർത്തുന്നതിനൊക്കെ അറിയാം. അതിനുശേഷം ആ വാഹനങ്ങൾ കാണുകയൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ പിക്ചർ വെച്ചുകൊണ്ട് തന്നെ, ആ ക്വാളിസിൻ്റെ അതേ പടം വെച്ചുകൊണ്ട് തന്നെ ഒരു വോയിസ് മെസ്സേജ് കേൾക്കുകയാണ്. ഈ വാഹനം പിന്നെ മടവൂർ മാവൻമൂട് ഭാഗത്ത് വെച്ച് കണ്ടു, ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇത് അവിടെ വന്ന വാഹനം തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അനാവശ്യമായ ഒരു ഭീതി ഉണ്ടാവുകയാണ്. എന്തോ വലിയ ഒരു തട്ടിപ്പ് സംഘമോ അല്ലെങ്കിൽ ഒരു കൊള്ള സംഘമോ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അക്രമം നടക്കാൻ പോകുന്നുള്ള ഒരു പേടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം വൈകുന്നേരം ഞാൻ സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാരൻ വിളിക്കുന്നു. സാറേ, ഇതുപോലെ ആ കലതിപ്പച്ച ഭാഗത്ത് ഒരു വീട്ടിലെ സ്ത്രീകൾ മാത്രമേ താമസമുള്ളൂ, 2 പേര് ബൈക്കിൽ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് പോയിട്ട് ആ വീട് നോക്കി പോകുന്നു. അപ്പോൾ ഈ വാർത്ത അപ്പോൾ തന്നെ ഞാൻ പോലീസുകാരെ അവിടെ പറഞ്ഞു വിട്ടു. അവർ പേടിക്കരുതല്ലോ, ആ സ്ത്രീകൾ മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് രാത്രി ഭയമായിരിക്കും. വെളിയിൽ അനക്കം കേട്ടാൽ പോലും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, അവർ പേടിച്ചായിരിക്കും കഴിയുക. അവരുടെ പേടിയൊന്ന് മാറ്റം കൂടെ വേണം. പോലീസിൻ്റെ സഹായം എപ്പോഴും അവർക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പോടെ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോലീസുകാരെ അയക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഫോട്ടോ ഞങ്ങളുടെ പോലീസ് ഗ്രൂപ്പിൽ, സ്റ്റേഷൻ്റെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട്, സാറെന്തോ ഒരു 2 പേരുടെ ഫോട്ടോ ഇട്ടേക്കുന്നത് കണ്ടേ, അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ CCTV കണ്ട ഒരു ഫോട്ടോയാണ്, അവിടെ ഏതോ വീടിൻ്റെ അവിടെ നോക്കിയിട്ട് പോയി. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു, സാറേ അത് എൻ്റെ വീടിനടുത്തുള്ള 2 പേരാണ്, ഈ അടയ്ക്ക പറിക്കുന്നവരാണ്. ഇവന്മാർ പോയ വഴിക്ക് എവിടെയെങ്കിലും കവുങ്ങ് നിൽക്കുന്ന കണ്ടു കാണും. അപ്പോൾ അവരതല്ലേ നോക്കി പോവുക. ഈ ഫലവൃക്ഷങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ പിന്നെ ചക്ക വാങ്ങിക്കാൻ വരുന്നൊരു പ്ലാവ് ഉണ്ടോ നോക്കിപ്പോവും, മാങ്ങയുള്ളൊരു മാവുണ്ടോ നോക്കിപ്പോവും, റംബുട്ടാനുള്ളവർ അത് നോക്കിപ്പോവും. അങ്ങനെ പറയുന്നത് ഇവർ അങ്ങനെ ഇങ്ങനെ നോക്കിപ്പോയതാണ്. അത് കണ്ട് ആ വീട്ടുകാർക്ക് പേടിയായി. ആ പേടി അവർക്കുണ്ടായതിൻ്റെ പിന്നിൽ അമിതമായ ജാഗ്രത കൊണ്ടാണ് ഈ വീഡിയോകളിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പേടിയായിരുന്നു അത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പോലീസ് സംവിധാനം വളരെ സുശക്തമാണ്. നമ്മുടെ നാട്ടിൽ എന്ത് കാര്യത്തിൽ, അതായത് ഇപ്പം പോലീസിൻ്റെ അടിയന്തര സഹായം കിട്ടണമെങ്കിൽ, ആവശ്യമുണ്ടാകണമെങ്കിൽ, ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് അല്ലെങ്കിൽ വിളിക്കാനായിട്ട് 112 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ റൂമിലാണ് കിട്ടുക. കൺട്രോൾ റൂമിൽ ആ നമ്പർ കിട്ടുന്ന സമയത്ത് വിളിച്ച ആളിൻ്റെ ലൊക്കേഷൻ, നമ്മളിവിടെ നിന്ന് വിളിക്കുന്നതെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ, നമ്മളുടെ ഫോൺ നമ്പർ, എന്താണ് നമ്മൾ പറഞ്ഞ കംപ്ലൈൻറ്റ് എന്നുൾപ്പെടെയുള്ള ഒരു സന്ദേശം ഉടൻ തന്നെ സ്റ്റേഷനിലെ വാഹനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു ടാബുണ്ട്, ആ ടാബിൽ വരും. ആ ടാബിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ റെസ്പോൺസ് ടൈമിനുള്ളിൽ പോലീസ് അവിടെ എത്തുകയും ആ ആക്ഷൻ അറ്റൻഡ് ചെയ്ത്, ആ വരുന്ന മെസ്സേജിലുള്ള കാര്യം അറ്റൻഡ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുകയും വേണമെന്ന് നിർദ്ദേശമുള്ളതാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് 112 ഒരു വിളി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തും. ഇപ്പോൾ
പിന്നെ കുളമട എന്നൊരു വിളിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ വണ്ടി എരിക്കുന്ന മുകളിൽ ഒരു കാര്യത്തിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കഴിഞ്ഞ അവിടെ എത്തുന്ന ആ ഒരു താമസമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതല്ല, അതിനിടയ്ക്കും വേണ്ടുന്ന കാര്യമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള ബാക്കി ആളുകൾ തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് പോലീസ് സഹായം നമുക്ക് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഏത് രീതിയിലും എത്രയും വേഗത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അമിതമായ പേടിയും ഭയവും വേണ്ട. പക്ഷേ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ പോലെ ജാഗ്രത വേണം. ചില കാര്യങ്ങൾ നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ജാഗരൂകരായിരിക്കണം. അതിപ്പോൾ ഈ കുർവാ സംഘങ്ങളാണെങ്കിലും തട്ടിപ്പ് സംഘങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും അധികം സാക്ഷരരുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മുടെ സാക്ഷരത 100%. ഇപ്പോൾ നേരത്തെ 100% ഉണ്ടാക്കാൻ വേണ്ടി സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞങ്ങളൊക്കെ നടത്തി വയോജനങ്ങൾ, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലും പഠിപ്പിച്ച് 10ാം ക്ലാസ് ഇക്വലൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾ പാസ്സാക്കി. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് നമ്മുടെ നടൻ ഇന്ദ്രൻസ് പോലും 10ാം ക്ലാസ്സിൻ്റെ തുല്യതാ പരീക്ഷ പാസ്സായത്. അപ്പോൾ അങ്ങനെ പോലും പാസ്സാക്കി ആളുകൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 100% സാക്ഷരതയുള്ള നമ്മുടെ ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ അറിവുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ജാഗ്രതയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി നിരന്തരമായിട്ട് വാർത്തകൾ വരാറുണ്ട്. നിരന്തരമായി വാർത്ത, ഡിജിറ്റൽ അറസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നിർത്തി. നിങ്ങളെ ഒരു വീഡിയോ വരികയാണ്, നമുക്കൊരു വീഡിയോ കോൾ വരികയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം, ഞങ്ങൾ CBI നിന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ജാർഖണ്ഡ് പോലീസിൽ നിന്നാണ്, നിങ്ങളുടെ അക്കൗണ്ട് വഴി കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ പോയ ഒരു പാഴ്സലിനകത്തുനിന്ന് ഈ MDMA കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വെർച്വൽ അറസ്റ്റിലാണ്. നിങ്ങൾ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ ഉടൻ ഞങ്ങൾ പറയുന്ന റിസർവ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇത് കേൾക്കേണ്ട പാതി കേൾക്കാത്ത പാതി അപ്പോഴേക്കും ഉടനെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ ഇരിക്കുന്ന നമ്മളെ അവിടെ നിന്ന് ഫോണിൽ കൂടെ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്താൽ നമ്മൾ അവിടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഫോൺ ഓഫ് ചെയ്ത് വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ വെർച്വൽ അറസ്റ്റാണ്. ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു മെത്രാപ്പോലിത്തയുടെ പൈസ പോയി. അത് കഴിഞ്ഞ ദിവസം ജെറി അമൽദേവിൻ്റെ 2 കോടി രൂപ പോയി. വേറെ ഒരാളുടെ 7 കോടി രൂപ പൈസ ഉള്ളവരെയാണ് പോകുന്നത്. ആലോചിച്ച് നോക്കുക. നമ്മളെയൊക്കെ ഡോക്ടറിൻ്റെ നമ്മളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ കാശ് മാറ്റാനില്ല. അതുകൊണ്ട് നമ്മുടെ ഒന്നും പോകില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മിക്കവാറും കാണും നമ്മളുടെ ഓൺലൈൻ ജോലിക്ക് വേണ്ടി പെണ്ണുങ്ങൾ ഒക്കെ നോക്കും, അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ 8 കേസുകൾ നമ്മുടെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പെൻഡിങ് ഉണ്ട്. 8 കേസുകൾ ഓൺലൈൻ തട്ടിപ്പാണ്. കേസെടുക്കാത്തതും ചെറിയ തട്ടിപ്പുകൾ നടന്ന് ചെറിയ പൈസ പോയി പരാതി ഇല്ലാത്ത ആളുകളും കുറേ ഉണ്ട്. അപ്പോൾ ഈ 8 കേസുകൾ എന്ന് പറയുന്നത് ഒരു അമ്മയും മോളും കൂടെ, ആദ്യത്തെ കേസ് ഒരു അമ്മയും മോളും കൂടെ ഓൺലൈൻ പാർട്ട് ടൈം ജോബ് നോക്കിയതാണ്. ജോബ് നോക്കിയപ്പോൾ ടാസ്ക് കൊടുത്തു, ആ ടാസ്ക് ചെയ്തു. അപ്പോഴേക്കും ഒരു 900 രൂപ കൊണ്ട് അവിടെ അക്കൗണ്ടിൽ വന്നിട്ട് കാണിച്ചപ്പോൾ വിശ്വാസമായി, ഇതെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 900 രൂപ വന്നു. ഉടനെ അടുത്ത് വീണ്ടും വേറെ ടാസ്ക്. അത് അങ്ങനെ വന്ന അക്കൗണ്ടിൽ പൈസ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇത് പൈസ എടുക്കാൻ വേണ്ടി കുറച്ച് പൈസ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് കൊടുത്തു. ആ പൈസ എടുക്കാൻ വേണ്ടി കുറച്ച് പൈസ ഇടണം, അതും കൊടുത്തു. പോയി 10,70,000 രൂപയോളം പോയി. അപ്പോഴാണ് മനസ്സിലായി മൊത്തം അക്കൗണ്ടിൽ കിടന്ന പൈസയും പോയി കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത് തട്ടിപ്പാണെന്ന്. അപ്പോഴേക്കും പോയത് മൊത്തം പോയി. നമ്മുടെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ 1930 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഇപ്പോൾ തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് പൈസയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓൺലൈൻ തട്ടിപ്പിന് നമ്മൾ ഇരയായി കഴിഞ്ഞാൽ 1930 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ടോൾ ഫ്രീ നമ്പറാണ്. ഇങ്ങനെ കുറേ ടോൾ ഫ്രീ നമ്പറുകൾ പോലീസ് പൊതുജനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി നൽകാറുണ്ട്. 15 പിങ്കിൻ്റെ സ്ത്രീകളുടെ പെട്ടെന്ന് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു ആവശ്യം വന്നു, ഒരു വനിതാ പോലീസിന് സഹായം വേണം, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ പൊതുസ്ഥലത്താണ്, ഒരു ബസ് സ്റ്റാൻഡിലാണ്, നിങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്യുന്നു, 15 കോള് മൊബൈലിനകത്ത് 15 അടിച്ചാൽ തൊട്ടടുത്തുള്ള പിങ്ക് പോലീസ് അവിടെ എന്ത് ചെയ്യും? വരും. നിങ്ങളെ ഏതെങ്കിലും പുരുഷന്മാർ ശല്യം ചെയ്യുന്നു, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു, വഴി സ്ഥിരമായിട്ട് നിന്ന് അവന്മാരെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഈ പിങ്ക് പോലീസിനെ വിളിക്കുന്നു, അവർ മഫ്തിയിലൂടെ മാറിയിരിക്കുന്നു, ഇവന്മാർ വരുന്നതിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ചെയ്യാവുന്ന കാര്യമാണ്. 112 നിങ്ങളുടെ എമർജൻസി, ഏത് കാര്യത്തിനും എമർജൻസി നമ്പറാണ്. ഈ പറഞ്ഞ പോലെ 1930 നമ്മളുടെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന നമ്പറാണ്. അതിന് സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്, അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ പെട്ടെന്നാണ് ചെയ്യുന്നത്. 24 മണിക്കൂറിനുള്ളതാണെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം കുറേയൊക്കെ എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ടിലേക്ക് പോകാതെ പിടിച്ചു വയ്ക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആ ഒരു കേസ് മാത്രമല്ല, വേറെ കേസുകളുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ഒരാളുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തു. വാട്സപ്പ് അക്കൗണ്ട് അല്ല, അയാളുടെ ബാങ്കിൽ നിന്നാണ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് അയാളുടെ
ആധാറും മറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പിൻ നമ്പറൊക്കെ ചോദിച്ചു. പുള്ളി പറഞ്ഞു കൊടുത്തു. പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുള്ളി എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, ഇയാളുടെ കൊടുത്ത ഈ വിവരങ്ങൾ കൊണ്ട് അയാളുടെ അക്കൗണ്ട് അവർ ഹാക്ക് ചെയ്ത് ചെയ്യുമായിരുന്നു. അയാളുടെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് 2 ലക്ഷം രൂപ 1,40,000 രൂപ അയച്ചു കൊടുത്തു. ആ പൈസ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ 1,39,600 രൂപ അമ്മമാർ പിടിച്ചുകൊണ്ട് പോയി. ആ തട്ടിപ്പുകാർ കൊണ്ടുപോയി. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാതെ നമുക്ക് വരുന്ന OTP പറഞ്ഞു കൊടുക്കരുത്. നമ്മുടെ ആധാർ കാർഡോ നമ്മുടെ KYC ഡീറ്റെയിൽസോ ഒന്നും തന്നെ നമ്മൾ ഫോൺ വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയി ചോദിക്കുക. തൊട്ടടുത്തല്ലേ ബാങ്ക്, അവിടെ നിന്ന് പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകൾ ധാരാളം നടക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ പറ്റുന്ന കാര്യമാണ് ഓൺലൈൻ വഴി ആരുമായിട്ടെങ്കിലും ഒരു സൗഹൃദം. അപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ല, ഓൺലൈൻ വഴി ആരുമായിട്ടെങ്കിലും പരിചയപ്പെടും. അവന്മാരുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ മയങ്ങിയിട്ട് ഫോട്ടോകളൊക്കെ അയച്ചു കൊടുക്കും. എന്തിനാണ് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്? നമ്മളോട് അടുപ്പമുള്ള ഒരാളിന് നമ്മുടെ ഫോട്ടോ, നമ്മളെപ്പോഴും കാണുന്ന ആളിന് എന്തിനാണ് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്? നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ എന്തിനാണ് അനുവദിക്കുന്നത്? പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ചെയ്യുന്നതാണ്. വീഡിയോയൊക്കെ അയച്ചു കൊടുത്തിട്ട് പിന്നെ അവസാനം അവൻ്റെ വല വീണതിന് ശേഷം ഇവൻ കാണിച്ച് ഭീഷണിപ്പെടുത്തും. ഇവ കാണിച്ചിട്ട് പൈസ വേണം, അവിടെ വരണം, ഇവിടെ വരണം, അവരുടെ കൂടെ പോകണം, ഇവരുടെ കൂടെ പോകണം. അവസാനം ആ പെണ്ണിൻ്റെ ജീവിതം പോയി, ആ കുടുംബത്തിൻ്റെ ജീവിതം പോയി, മൊത്തമാവില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും പോയി ചാടാൻ പാടില്ല. നമുക്കൊരു തട്ടിപ്പ് പറ്റി, നമുക്കൊരു അബദ്ധം പറ്റി. മനുഷ്യനാണ്, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും സ്നേഹം തോന്നും, ഇഷ്ടം തോന്നും, അടുപ്പം ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. നമ്മൾ പിന്നെ എന്തിനാണ് അവൻ്റെ ഭീഷണിപ്പെടുത്തലിന് മുമ്പിൽ നമ്മൾ കീഴടങ്ങുന്നത്? അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ദിനം തോറും പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുണ്ട്. എത്ര സംഭവങ്ങളുണ്ടായാലും തൊട്ടടുത്ത് തന്നെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ കുറേ കുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത്, പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, ആൺകുട്ടികൾ, കൊച്ചുകുട്ടികൾ പോലും തെറ്റുകൾ ചെയ്യുന്ന സമയമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അവർ ചെയ്ത തെറ്റിന് നിയമത്തിന് മുമ്പിൽ കുറേ പരിരക്ഷ ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്ത തെറ്റുണ്ടാക്കുന്ന ആ ഒരു മാനസിക ആഘാതം വളരെ വലുതായിരിക്കും. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള മാനസികാഘാതമുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹം അവരെ ചിലപ്പോൾ കുറ്റക്കാരിയായിട്ട് കാണും, സമൂഹം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നോക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മനോഭാവം. നമ്മളല്ലാതെ ഇരയെ കൂടി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾക്കിരയായവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം കൂടി നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ഒരാളുടെ കുറ്റം പറയാൻ നമുക്ക് താല്പര്യമാണ്. തൊട്ടടുത്തുള്ള ആളുടെ മോൾ ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് നമുക്കുള്ള സന്തോഷത്തോടു കൂടി നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ അത് എന്താണ്, അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടിലും സംഭവിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പരാതി അറ്റൻഡ് ചെയ്യേണ്ട, അടിയന്തരമായി പരിഗണിക്കേണ്ടുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടുന്ന ഒരു പരാതിയാണ്. ഞാൻ ആ പരാതി കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇല്ലാതെ ഞാൻ വന്ന സമയത്ത് ആ പരാതി കണ്ടപ്പോൾ ആ പരാതിയിൽ ഒരു ഭർത്താവിനെ കുറിച്ചൊരു ഭാര്യ എഴുതിയേക്കുന്ന പരാതിയാണ്. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് 29 വയസ്സ് അവരെഴുതിയേക്കുന്നതാണ്. 29 വയസ്സ് അവർക്കും 45 വയസ്സ് അയാൾക്കും, 16 വയസ്സ് വ്യത്യാസം. 12 വയസ്സുള്ള മകനുണ്ട്, 7 വയസ്സുള്ള ഒരു മോളം കണ്ടുണ്ട്. ഈ ഭർത്താവിനോടൊപ്പം താമസിക്കാൻ കഴിയുന്നില്ല. അയാൾ അന്ന് തൊട്ട് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാണ്. വളരെ ക്രൂരമായ പീഡനങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ അയാളെ നമ്മൾ ഓടിച്ചിട്ട് അടിച്ചു കൊല്ലേണ്ടി വരും. അത്ര വലിയ കാര്യങ്ങളാണ്. ആ ഒരു സ്ത്രീ അവരുടെ ചെറിയ പ്രായത്തിൽ അനുഭവിച്ച പീഡനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ സംഭവം അയാളെ പറ്റി ഇങ്ങനെ അയാൾ ക്രൂരനാണെന്നും ദുഷ്ടനാണെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അയാൾ വന്ന് സംസാരിച്ചു. അതിന് മുമ്പ് തന്നെ അയാൾ പറഞ്ഞ ആ സ്ത്രീക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് കൊല്ലം ആർദ്രമല്ലേ കൊല്ലത്ത്, അവിടെ ഈ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻ്ററൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ഗ്രേഡ് എസ് ഉണ്ട്, വനിതാ എസ് ഉണ്ട്. ഇയാൾ ഫോൺ ചെയ്തിട്ട് തന്നു. ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് ഇവർ അവിടെ ചെന്ന് കൗൺസിലിംഗ് നടത്തിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഡിപ്രഷനാണ്. അപ്പോൾ ഭർത്താവിനോട് വിട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കും. ഇപ്പോൾ അതിൻ്റെ അമ്മ 3ാമത്തെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് അവരെ നോക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഈ പെൺകുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ വിവാഹം നടന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് 16 വയസ്സോ മറ്റും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത്രയും പുരോഗമിച്ച ഒരു സമൂഹത്തിൽ 16 വയസ്സുള്ള +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ എൻ്റെ മാതാപിതാക്കൾ തയ്യാറായി. എന്നാലോചിച്ച് നോക്കുക. ആ പെൺകുട്ടിയുടെ ജീവിതം അതോടൊപ്പം തന്നെ മുരടിച്ചു പോയി. അവർ പറഞ്ഞു വെച്ചിട്ടാണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അത്രയും 18 വയസ്സോ അല്ലെ 16 വയസ്സോ 19 വയസ്സോ ഒക്കെ ആകുമ്പോൾ എന്തിനാണ് പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്? പെൺകുട്ടികളൊരു ഭാരമാണെന്നുള്ള സമൂഹത്തിൻ്റെ തോന്നലിൽ നിന്നാണത്. അപ്പോൾ അവൾ പഠിക്കട്ടെ, അവൾ പഠിച്ച് അവൾക്ക് സ്വയം അവളുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു പ്രാപ്തി ഉണ്ടാകുന്ന സമയത്ത് അവൾക്കൊരു ജോലി നേടിക്കഴിഞ്ഞാൽ ഭർത്താവിൽ ഉപദ്രവിച്ചാലോ ഭർത്താവിൻ്റെ സഹായം ഇല്ലെങ്കിലോ അവൾക്ക് ജീവിക്കാനും കുട്ടികളെ വളർത്താനും കഴിയും.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് അവരുടെ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉറപ്പ് കൊടുക്കുക. അപ്പോൾ പെൺകുട്ടികളെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാതെയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കാതെയും നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ മകൾക്ക് ഇപ്പോൾ 24 വയസ്സ് ഈ മാർച്ചിൽ പൂർത്തിയാവും. കഴിഞ്ഞ ഈ വർഷം അവൾക്കൊരു വിവാഹാലോചന വന്നു. 23 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ ഡിഗ്രി കഴിഞ്ഞ് TTC കഴിഞ്ഞിട്ട് ഇപ്പോൾ MAക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവൾ കല്യാണാലോചന, ഞങ്ങളങ്ങോട്ട് കല്യാണം ആലോചിച്ചാൽ അവളെ അറിഞ്ഞുകൊണ്ടൊരു പയ്യൻ വന്ന് കല്യാണം ആലോചിച്ചാൽ അവൾ TTCക്ക് പോയത് ടീച്ചറുടെ മകന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആലോചിച്ചൊക്കെ വന്നപ്പോൾ അവൾക്ക് താല്പര്യമാണെന്ന് പറഞ്ഞ് കല്യാണമൊക്കെ ഏകദേശം കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര പാട്. വിവാഹം ഇപ്പോഴേ അതിനെപ്പറ്റി തയ്യാറായിരുന്നില്ല, പെട്ടെന്നാണ്. അതുകൊണ്ട് വീട്ടിൽ കുറേ പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ 24 വയസ്സാകാൻ പോകുന്ന പെൺകുട്ടിക്ക് പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പെട്ടെന്ന് പോകാൻ കഴിക്കില്ല. 29-30 ആകുമ്പോൾ ചിലർ കല്യാണം കഴിക്കുക, ചിലർ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹവും ഒരു പങ്കാളിയും ഒക്കെ അത്യാവശ്യമാണ്. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്, അത് മനസ്സിലാക്കി കൂടി ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം നമുക്കും ഉണ്ടാകും, ഞങ്ങളും അനുഭവിക്കുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ ഒളിച്ചോടി പോകാറില്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ പീഡനങ്ങൾക്ക് ഇരയാവാറില്ലേ? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ച തിരുവനന്തപുരത്ത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ മരിച്ചു കിടന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. ആ പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ചു കിടന്നതാണ്. ലഹരി മാഫിയയ്ക്ക് അടിപ്പെട്ട് അവരുടെ പിടിയിലായി, ആ ലഹരിയൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്, സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ആർക്കും ഇത് ഉണ്ടാവാം എന്നുള്ള ചിന്ത നമുക്ക് വേണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോട് സഹകരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എത്ര മണിക്ക് പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, അവരാരോടൊക്കെ സഹകരിക്കുന്നുണ്ട്, അവർ ഫോണ് ഉപയോഗിക്കുന്നുണ്ടോ, ഫോണിൽ അവരാരൊക്കെ ആയിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പം ഈ പഴയ തലമുറയിലുള്ള ആൾ, ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ തലമുറ, പ്രായമുള്ളവരുടെ തലമുറ കഴിഞ്ഞ് അതിന് തൊട്ട് കഴിഞ്ഞുള്ള തലമുറയിലുള്ള ആളുകൾക്ക് അറിയാത്ത പോലും കാര്യങ്ങൾ കൊച്ചുകുട്ടികൾക്കറിയാം. മൊബൈലിൽ രഹസ്യമായിട്ടൊരു കാര്യം ചെയ്യാനും ആ കാര്യം ആരും അറിയാതെ ഒളിപ്പിക്കാനും കഴിയും. നമ്മൾ പലപ്പോഴും പോക്സോ കേസുകളിലൊക്കെ നമ്മൾ ഇരകളാകപ്പെടുന്ന അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വീട്ടുകാരറിയാതെ ഫോൺ കാണും. വീട്ടുകാരുടെ ഫോണാണെങ്കിൽ പോലും വീട്ടുകാരറിയാതെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണും, ഫേസ്ബുക്ക് അക്കൗണ്ട് കാണും, വീട്ടുകാരറിയാതെ വിളിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് 17 വയസ്സുള്ള ഒരു ആസാംകാരി പെൺകുട്ടിയെ കാണാതായി. മൂതലിൽ ഒരു ഫാമിൽ ജോലി ചെയ്യുന്ന ആളുടെ മകളാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഫോണില്ല, ഒരാളുമായിട്ടും കോൺടാക്ട് ഇല്ല. ഒരു ദിവസം രാവിലെ ഇയാൾ പണിക്ക് പോയിച്ച് കഴിഞ്ഞപ്പം തൊട്ടടുത്ത റൂമിൽ അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണുന്നില്ലെന്ന് പറഞ്ഞാണ് വരുന്നത്. പെൺകുട്ടിയെ ഓട്ടോക്കാരൻ ഇവിടെ ജംഗ്ഷനിൽ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഓട്ടോക്കാരൻ പറഞ്ഞ വിവരം വിശ്വസിച്ച് CCTV മൊത്തം നോക്കിയിട്ട് അയാളുടെ ഓട്ടോയും കാണുന്നില്ല, ഇതും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നപ്പം വേറൊരു ഓട്ടോക്കാരൻ പറഞ്ഞ് അയാൾ കൊണ്ടുവന്ന് കൊല്ലത്ത് വിട്ടായിരുന്നു. അവസാനം കൊല്ലത്തു നിന്ന് നമ്മൾ ഈ വിവരങ്ങളെല്ലാം കൊടുത്തപ്പം ഈ പെൺകുട്ടി കൊല്ലത്തുനിന്ന് ഇയാളുടെ ഫോൺ വാങ്ങിച്ച് ഒരു നമ്പർ വിളിച്ചിരുന്നു. ആ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആസാംകാരൻ്റെ നാടിനടുത്തുള്ള ആസാമിൽ തന്നെയുള്ള ഒരു പയ്യനാണ്. ആ ബാംഗ്ലൂരിൽ കണ്ട് ജോലി ചെയ്യുന്നതാണ്. അവനുമായിട്ട് പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ട്. അവനെ കാണാൻ വേണ്ടി തൃശ്ശൂരേക്ക് പോയിരിക്കുകയാണ്. അവസാനം തൃശ്ശൂർ നമ്മൾ അറിയിച്ച് അവിടുത്തെ പോലീസുകാരും പിങ്ക് പോലീസുകാരും എല്ലാം കൂടെ പെൺകുട്ടിയെ കണ്ടെത്തി, ആ പയ്യനെ കൂടെ കണ്ടെത്തി പെൺകുട്ടിയെ CWC പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും കുട്ടികൾക്കൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മളെക്കാളൊക്കെ അങ്ങേയറ്റം കുട്ടികൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ജാഗരൂകരായിരിക്കണം. കുഞ്ഞുങ്ങളോട് സഹകരിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് പീഡനം ഉണ്ടാവുക. പോക്സോ കേസുകൾ പലപ്പോഴും ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ വീടുകളിൽ നിന്നുള്ള ഉപദ്രവമായിരിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പോൾ അച്ഛനോ അമ്മാവനോ സഹോദരനോ അപ്പൂപ്പനോ ചിറ്റപ്പനോ എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. സ്വന്തം അപ്പൂപ്പന്മാർ പീഡിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. സ്വന്തം അച്ഛന്മാർ പീഡിപ്പിച്ച് പ്രഗ്നൻ്റ് ആക്കിയ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു പള്ളിയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ആലോചിച്ച് നോക്കാം, നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ മകളെ, നമ്മുടെ രക്തത്തിൽ പിറന്ന മകളെ അങ്ങനെ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ സ്വന്തം സഹോദരന്മാർ ഉപദ്രവിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്, അമ്മാവന്മാർ ഉപദ്രവിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്ന ഒന്നാണ്, ഏറ്റവും ചാൻസ് ഉള്ളതും അതാണ്, അമ്മമാർ രണ്ടാമത് പോകാൻ കഴിയും. പെൺകുട്ടികൾ ഒരു പ്രായമാകുന്നതിനൊക്കെ മുമ്പ് 10-12 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ രണ്ടാമത് വിവാഹം കഴിയുന്നത്. ആ രണ്ടാമത് വിവാഹം കഴിച്ച് വരുന്ന ആൾ നല്ല ആളാവണമെന്നില്ല. അവരവിടെ അടുപ്പം കൂടി വരുന്ന ആളുടെ ഉദ്ദേശം ചിലപ്പോൾ ഈ കുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം വന്നത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി. അതിന് കാരണക്കാരൻ 17 വയസ്സുള്ള അതിൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലേക്ക് ചാടുന്നതിനെ പറ്റിയും നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ അറിയണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടികൾ പത്രം വായിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പത്രം വായിച്ച് ലോകവിവരം ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും കുട്ടികൾ പത്രം വായിക്കാറുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കുട്ടികളും പത്രം വായിക്കുന്നില്ല. അവർ മൊബൈൽ നോക്കിയിരിക്കുക അല്ലാതെ ഒരു വായനയെന്ന് പറയുന്ന കാര്യമേ ഇല്ല. പത്രം വായനയെന്ന് പറയുന്ന കാര്യമേ അവർക്കുണ്ടാകുന്നില്ല.
പത്രം വായിച്ചാലേ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുകയുള്ളൂ. ടി വി കാണുമ്പോൾ ടി വിക്കകത്ത് പരസ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചാനൽ മാറ്റി പോകും. സിനിമ കാണും, അല്ലെ സീരിയൽ കാണും. നമ്മൾ പത്രം വായിക്കുമ്പോൾ അതിനകത്ത് പല വാർത്തകൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ അറിയുന്നുണ്ടാവില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറ്റായ വിവരങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ പത്രം വായിപ്പിക്കുക, വായനാശീലം ഉണ്ടാക്കിയെടുക്കണം. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ വായനാശീലം ഉള്ളവരാക്കി മാറ്റുക. സമൂഹത്തിലെ നല്ലതിനെ പറ്റിയും ചീത്തയെപ്പറ്റിയും അവർ മനസ്സിലാക്കാൻ പ്രാപ്തരാവുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നമ്മൾ ആദ്യം നന്നാവേണ്ടത് നമ്മളാണ്. നമ്മൾ നന്നായിട്ട് നമ്മുടെ കുടുംബം നന്നാക്കുക. നമ്മളുടെ കുടുംബങ്ങളെല്ലാം നന്നായെങ്കിൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. വേറെ ഒരു നമ്മുടെ സമൂഹത്തിലുള്ള വേറെ ഒന്നാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മയക്കുമരുന്നിന് അടിപ്പെട്ട് പോകുന്നത്. മയക്കുമരുന്നിന് അടിപ്പെട്ട് പോയി കുട്ടികൾ പലതരത്തിലുള്ള കുഴപ്പങ്ങളിൽ ചാടുന്ന സംഭവങ്ങൾ കാണാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വരുന്ന ആഘോഷക്കാലങ്ങൾ, അതായത് ഉത്സവങ്ങളാണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് വളരെ പേടിയുള്ള ഒരു കാലഘട്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ കഴിയില്ല. മദ്യലഹരിയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കാണാറില്ലേ? സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന സംഭവം കാണാറില്ലേ? അമ്മൂമ്മയെ കൊന്ന കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ? വീട്ടിലുള്ള അമ്മൂമ്മയുടെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ കാണാറില്ലേ? മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം. അപ്പോൾ ഈ മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പോകുകയല്ല. രാവിലെ പോയി ഇന്ന് ഇച്ചിരി MDMA അടിച്ച് കളയാന്ന് പറഞ്ഞാലും പോകണോ? അല്ല, അവൻ അതിലേക്ക് പതുക്കെ ചെന്നെത്തുകയാണ്. ഒരു പ്രാവശ്യം പോയാൽ അവൻ പിന്നീട് പോയി. അപ്പോൾ ആ പോകുമ്പോൾ അവൻ ആരോടാണ് കൂട്ടുകൂടുന്നതെന്നും അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന ഏതൊരു ചെറിയ മാറ്റവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ല. ഇന്നിപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള MDMA പോലെയുള്ള മയക്കുമരുന്ന് പിടിക്കുന്ന സമയത്ത് അതിനകത്ത് മിക്കവാറും ഒരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഇത് കടത്താനൊക്കെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഒരു ഫാമിലിയാണ് വരുന്നത് തോന്നിയാൽ നമ്മൾ അവരെ പരിശോധിക്കാതെ ചിലപ്പോൾ വിടും. കാരണം എന്താ? ഒരു കുടുംബമുണ്ട്, ഒരു സ്ത്രീയുണ്ട്. ആ ഒരു സ്ത്രീ ഉള്ളപ്പോൾ അതിനകത്തൊരു തെറ്റ് സംഭവിക്കുകയില്ല എന്നുള്ള, ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്നുള്ള നമ്മളുടെ ഒരു ഉത്തമ വിശ്വാസമാണ്. ഞാൻ എന്തെങ്കിലും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ ചെവിക്ക് പിടിക്കും, ഇല്ലേ? നിങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ ചെവിക്ക് പിടിക്കില്ലേ? അതേപോലെ ഒരു സ്ത്രീ ഉണ്ടെന്നവരിൽ ഒരു പുരുഷനെ നേരെയാക്കാൻ കഴിയും. സ്ത്രീകളാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ പ്രൊട്ടക്ടറും. ഏറ്റവും കൂടുതൽ ആ പുരുഷനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതും ആ ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് അവൻ യാതൊരു കുഴപ്പങ്ങൾക്കും പോവില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കില്ല. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അന്നേരം പെണ്ണുപിള്ള വണ്ടി നിറക്കി വിടും. വണ്ടി ഓടിക്കണ്ടെന്ന് പറയും. മദ്യപിച്ച് വെളിയിൽ പോകാൻ സമ്മതിക്കില്ല. മദ്യപിക്കാൻ തന്നെ സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും സ്ത്രീകളുമായി വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യാത്തത്, തടയാത്തത്. സ്ത്രീകളുമായിട്ട് വരുന്ന വാഹനങ്ങൾ പരിശോധിക്കാതെ വിടുന്നതിന്. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഈ മയക്കുമരുന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കടത്തുന്ന ആളുകൾ സ്ത്രീകളെ കൂടി വെച്ചുകൊണ്ടാണ് ആഡംബര കാറുകളിലൊക്കെ വരിക. ഇപ്പോൾ നമുക്കറിയാം MDMA എന്ന് പറയുന്നത് ഒരു വെളുത്ത പൊടി, ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള സാധനമാണ്. ഇത് പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സാധനം എന്ത് ചെയ്യും? ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനൊക്കെ വളരെ ചെറിയ ഗ്രാമിൽ പോലും വളരെ വലിയ ശിക്ഷ കിട്ടുന്നതും വളരെ വലിയ വിലയുള്ളതുമായ സാധനമാണ്. അതൊരു സിന്തറ്റിക് ഡ്രഗാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയാണ് ഇത് വായിക്കുക. ഈ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ചിന്തകളും, നമുക്ക് മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഒരവയവമുണ്ടോ? മനസ്സുണ്ടോ? ഉണ്ടോ? ഇല്ല. എവിടെങ്കിലും നമുക്ക് മനസ്സിരിപ്പുണ്ടോ? നമ്മളുടെ ശരീരം കീറി മുറിച്ചാൽ എവിടെയെങ്കിലും മനസ്സ് കാണാൻ പറ്റുമോ? ഹൃദയം കാണാൻ പറ്റും. പക്ഷേ ഹൃദയം എന്താ ചെയ്യുന്നത്? രക്തം പമ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഹൃദയം ചെയ്യുന്നുള്ളൂ. അപ്പോൾ മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ഇല്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മളുടെ ചിന്തകളുടെ ആകത്തുകയാണ് മനസ്സ്. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ നമ്മുടെ തലച്ചോറ്, നമ്മൾ ചിന്തിക്കുന്നതും ഓർമ്മിക്കുന്നതുമായ കാര്യങ്ങളെയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാനും നമുക്ക് ചില കാര്യങ്ങൾ ഭാവനയിൽ കാണാനും പഴയ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും ഒരു കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കാനും എല്ലാം സഹായിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ആ തലച്ചോറിൻ്റെ ചിന്തകളാണ്. ആ ചിന്തകളെയാണ് ഈ പറയുന്ന മയക്കുമരുന്നുകൾ സ്വാധീനിക്കുക. നമ്മുടെ തലച്ചോറിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു തീയിൽ ചവിട്ടിയിട്ട് ഉടൻ തന്നെ നമ്മൾ കാല് വലിക്കും, അല്ലേ? നമ്മളൊരു അപകടത്തിൽ ചാടാൻ പോകുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളതിന് പ്രതികരിക്കും. അതെന്താ? അത്ര വേഗത്തിലാണ് ഈ സന്ദേശങ്ങൾ പ്രചരിക്കുക. നമ്മളിപ്പോൾ ഒരു നിർഭയ ജാഗ്രതാ സമിതി ഓഫീസ് എന്നുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി അത് നിർഭയ ജാഗ്രതാ സമിതി എഴുതി വെച്ചിരുന്ന ബോർഡാണെന്ന്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള പ്രതിബിംബം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനിലെ വീണ് ഉടൻ തന്നെ അത് തലച്ചോറിലേക്ക് അതിൻ്റെ സന്ദേശങ്ങൾ പോയി തലച്ചോറ് അത് ബോർഡാണെന്ന് തിരിച്ചറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞു, ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്ര സമയം നമ്മൾ കാണുമ്പോൾ തന്നെ സെക്കൻഡുകളുടെ ലക്ഷത്തിലൊരു അംശം സമയം കൊണ്ട് ഈ സന്ദേശങ്ങൾ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു.
അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റിഫ്ലക്സ് ആക്ഷൻ. ഒരു ആണിയില വല്ലതും ചവിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കാല് വലിച്ചെടുക്കുന്നു, അല്ലെ കയ്യിലെന്ന് എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ അവിടെ സന്ദേശങ്ങൾ കയ്യിൽ നിന്ന് തലച്ചോറിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുഷുമ്നാ നാഡി തന്നെ എന്ത് ചെയ്യുന്നു, ആ സന്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ അത് അപകടമാണെന്ന് ഉള്ള സന്ദേശം കൊടുത്തിട്ട് നമ്മൾ കൈ വലിച്ചു. ഞാൻ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്, നമ്മളാരും അടിക്കാൻ വന്നാൽ നമ്മൾ അതിൽ തന്നെ കൈ എടുത്തങ്ങ് തടയുന്നു, അതൊരു റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നടക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. തലച്ചോറാണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത്, തലച്ചോറിലുള്ള ചിന്തകളാണ്. അപ്പോൾ ഈ സന്ദേശങ്ങളെ വേഗത്തിലാക്കുകയും സന്ദേശങ്ങളെ കറക്റ്റായിട്ട് എത്തിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ പറയുന്ന ലഹരി മരുന്നുകൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നു, കൃത്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ റോഡ് വളവാണ്, എതിരെ വാഹനങ്ങൾ വരുന്നുണ്ട്, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന വണ്ടി നല്ല സ്പീഡിലാണ് വരുന്നത്, എനിക്കല്ല ഇത്ര സമയത്തുള്ളിൽ ഓവർടേക്ക്, ഇതെല്ലാം ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറാണ്. മദ്യപിച്ച് പോയാലോ, മദ്യപിച്ച് പോയി കഴിഞ്ഞാൽ കണ്ണ് നേരെ അയക്കത്തില്ല, തല കറങ്ങും. അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ വേഗം നമുക്കറിയില്ല, ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, സൈഡ് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതേപോലെ അതിനേക്കാളും ഭീകരമായിട്ടുള്ള സാധനമാണ് മയക്കുമരുന്നുകൾ. അത് നമ്മുടെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ തലച്ചോറിനെ അത് ആത്യന്തികമായി നശിപ്പിച്ച് അതിൻ്റെ ഈ മയക്കുമരുന്നിൻ്റെ അധീനതയിലാക്കും. പിന്നെ അതില്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ഒരു മരുന്നിൻ്റെ ആസക്തിയിലായിരിക്കും നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ മരുന്നില്ലാതെ നമുക്ക് പറ്റാത്ത വരും. അവസാനം ഭ്രാന്തെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ, മദ്യപിക്കുന്ന ആളുകളും കുറേ കഴിയുമ്പോൾ മദ്യപിച്ച് ഭ്രാന്തല്ലേ, വീട്ടിൽ മക്കളെ തിരിച്ചറിയില്ല, വീട്ടിലെ പിള്ളേരെ പഠിക്കാൻ സമ്മതിക്കില്ല, വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ അടിച്ചു പൊളിക്കും, പെണ്ണും പിള്ളയെ ഉപദ്രവിക്കും, അച്ഛനെ അമ്മയെ ഉപദ്രവിക്കും. വീട്ടിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? മദ്യപിച്ച് സ്ഥിരം വെള്ളം ഉണ്ടാക്കുന്ന ആളുടെ വീട്ടിൽ എന്തെങ്കിലും പുരോഗതി ഉള്ളതായിട്ട് കാണാൻ കഴിയുമോ? നാശമല്ലാതെ. എല്ലാ ദിവസവും വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കും, എല്ലാ ദിവസവും പാത്രം തല്ലിപ്പൊട്ടിക്കും, എല്ലാ ദിവസവും ആഹാരം വലിച്ചെറിയും, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മദ്യപാനം എന്ന് പറയുന്ന ആ ഒരു മയക്കുമരുന്നിൻ്റെ അത്രയും ഭീകരമല്ലാത്ത അതുപോലും നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം ദോഷം ചെയ്യുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളുടെ ഒരു 95% മദ്യലഹരിയിലോ മദ്യം എന്ന് മാത്രമല്ല ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ആസക്തിക്ക് അടിപ്പെട്ടുണ്ടാകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും ഇപ്പോൾ മോഹൻദാസ് സാറും കൂടെ സംസാരിക്കുന്നു, ഞങ്ങൾക്ക് പരസ്പരം അറിയാം, പരസ്പര ബഹുമാനമുണ്ട്. അദ്ദേഹം എന്തെങ്കിലും ഒരു തെറ്റായൊരു കാര്യം പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, പരസ്പരം അത് ക്ഷമിച്ചു പോകാനുള്ളൊരു മനോഭാവം ഉണ്ടാവും. പക്ഷെ അതേസമയം മദ്യപിക്കുന്ന ഒരാളാണെങ്കിലോ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ? വീട്ടിൽ മക്കൾ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഭാര്യ പറഞ്ഞാൽ മനസ്സിലാവുമോ? അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാവുമോ? ആരും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും മനസ്സിലാവാതെ അക്രമ പ്രവർത്തനങ്ങൾ ഏർപ്പെടും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ ഒരു കുർവാ സംഘത്തെ മാത്രമല്ല, മയക്കുമരുന്ന് സംഘത്തെ മാത്രമല്ല, ഓൺലൈൻ തട്ടിപ്പുകളെ മാത്രമല്ല, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കി നടക്കുന്ന മാഫിയകളെയോ സ്ത്രീ പീഡകന്മാരെ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ റോഡിൽ വാഹനം എടുത്തുകൊണ്ട് പോകും, ടൂ വീലർ എടുത്തുകൊണ്ട് പോകും. ഒരു അപകടം ഉണ്ടായ ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? കൈകാലുകൾ ഒടിഞ്ഞു കിടന്നത് സഹിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വാർത്ത കണ്ടു കാണും, ഒരു ബേബി എന്ന് പറയുന്ന ഒരു അമ്മൂമ്മയും അതിൻ്റെ ദൃശ്യാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടി നടന്നു പോയതാണ്. 9 വയസ്സുള്ള കുഞ്ഞാണ്. നടന്നുപോയ സമയത്ത് രാത്രിയിൽ ഒരുത്തൻ കാറ് കൊണ്ടുവന്ന് അവരെ ഇടിച്ചിട്ട് അയാളുടെ കുഞ്ഞുങ്ങളും ഭാര്യയും കൂടി പോയ സമയത്ത് കുഞ്ഞുങ്ങളെ എടുത്ത് മടി വെക്കുകയോ എന്തോ കാര്യങ്ങൾ പുറകെ സമയത്ത് തിരിഞ്ഞ് സംസാരിക്കുകയാണ് സമയത്താണ് നടന്നു പോയ അമ്മൂമ്മയും കുഞ്ഞിനെ ഇടിച്ചത്. ആ അമ്മൂമ്മ അന്നേരം തന്നെ മരിച്ചുപോയി. ഈ കുഞ്ഞ് അന്ന് തൊട്ട് കോമയിൽ കിടക്കുകയാണ്, അതിൻ്റെ ചികിത്സയ്ക്ക് പോലും കഴിയാതെ. എന്നിട്ട് ഈ ദുഷ്ടൻ ചെയ്ത പണിയെന്ന് പറയുന്നത് അവരെ ആശുപത്രിയിൽ എത്തിക്കാതെ അയാൾ പോയി. അയാളുടെ വണ്ടി കൊണ്ടുവന്ന്, രാത്രിയിലായതുകൊണ്ട് വണ്ടി കൊണ്ടിടിക്കാൻ പാടില്ല, വീട്ടിൽ കൊണ്ടിട്ടിട്ട് അയാൾ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് വണ്ടി മതിലിടിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടിക്ക് ഇൻഷുറൻസ് ക്ലെയിം വാങ്ങി. പോലീസുകാർ CCTV അന്വേഷിച്ച് വെളുത്ത വണ്ടിയാണെന്നും സ്വിഫ്റ്റ് ആണെന്നും ഉള്ള ഡിസയർ ആണെന്നും അങ്ങോട്ടുള്ള ഒരൊറ്റ തുമ്പിൻ്റെ പുറത്ത് എല്ലാ വാഹനങ്ങളും അന്വേഷിച്ച് അപകടത്തിൽപ്പെട്ട വാഹനങ്ങളെ പറ്റി അന്വേഷിച്ച് ഇയാളെടുത്ത ഈ ഇൻഷുറൻസ് ക്ലെയിം കൊണ്ട് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അയാൾ GD എൻട്രി കൊടുത്ത് വണ്ടി പണിയിപ്പിച്ചതിൻ്റെ രേഖകളുടെ മാത്രം വെളിച്ചത്തിൽ ആ വണ്ടി കണ്ടെത്തി. അയാൾ ഗൾഫിലേക്ക് പോയി. എന്നാലോചിച്ച് നോക്ക്, അയാളുടെ മകളുടെ പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഇടിച്ചിട്ട് അവർ ആശുപത്രി എത്തിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ. ആ കുഞ്ഞ് കോമയിലായിപ്പോയി. എന്നാലും ജീവിതകാലം മുഴുവൻ ഒരു അപകടത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഒരു അപകടം ഉണ്ടാവും. വാഹനം ഓടിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഒരു അപകടം എപ്പോഴും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. നമ്മളൊക്കെ വാഹനം ഓടിച്ച് പോകുമ്പോൾ ഒരാളെടുത്ത് ചാടാം, വേറൊരാളുടെ തെറ്റുകൊണ്ട് അയാൾ മുന്നോട്ട് ചാടാം. നമ്മൾ അന്നേരം ചെയ്യേണ്ടത് ആ അപകടത്തിൽപ്പെടുന്ന ആളിനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇനി നാളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ആളിന് എന്തെങ്കിലും ഒരു മെഡിക്കൽ ക്ലെയിം കിട്ടണമെങ്കിൽ, ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെന്ന രീതിയിൽ ആ വണ്ടി വേണം. അതേപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കരുത്. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് വെച്ചിരിക്കണം.
2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടാവണം. അതുപോലെ കാറിലോ മറ്റു വാഹനങ്ങളോ പോയി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അപകട വാഹനങ്ങൾ ഒക്കെ കൃത്യമായി ഇൻഷുറൻസ് ഉണ്ടാവണം. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. വണ്ടിയുള്ളവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും പലരും എടുത്തു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഫുൾ കവറേജ് കിട്ടില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കുറച്ച് ലാഭം നമുക്ക് വരും. ഇപ്പോൾ ഒരു 1000 രൂപയോളം ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി അപകടത്തിൽപ്പെട്ടാൽ 5 പൈസ പോലും ബാക്കിയുള്ളവർക്ക് ക്ലെയിം കിട്ടില്ല, നമുക്കൊന്നും കിട്ടില്ല, ആ വണ്ടിയിലുള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് ചെറിയ ലാഭത്തിനും അല്പലാഭം പെരും ഛേദം എന്ന് നമ്മൾ ചെറിയ കാലഘട്ടങ്ങളിൽ പഠിച്ചുള്ള, കുഞ്ഞായിരിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള ചില പഴഞ്ചൊല്ലുകളുണ്ട്. ചെറിയ ലാഭത്തിന് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും. അപ്പോൾ അത് ഓർക്കുക. വാഹനങ്ങൾ പോകുമ്പോൾ കൃത്യമായ രേഖകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവണം. ലൈസൻസ് ഉള്ളവരെ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് വയ്ക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് പറയാനുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം നമ്മൾ ജാഗരൂകരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വാഹനം ഓടിച്ച് പഠിപ്പിക്കാനുള്ള സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു വാഹനം തിരിഞ്ഞു പോകുന്നു, അവനും തിരിഞ്ഞു പോട്ടെ, അതുവരെ നിർത്തിയിടാനുള്ളതുണ്ടാവണം. ക്യൂവിൽ കിടക്കാനുള്ളതുണ്ടാവണം. ഓവർടേക്ക് ചെയ്ത് പോയിട്ട് ഏതെങ്കിലും വാഹനങ്ങൾ വന്ന് ഇടിക്കാനുള്ള അപകടം ഒരു സാധ്യത ഉണ്ടാവരുത്. ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സമൂഹത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ള, സമൂഹത്തിലെ നല്ല ശീലങ്ങളുള്ള, സമൂഹത്തിലെ നിയന്ത്രണങ്ങൾ സമൂഹത്തിന് മൊത്തത്തിനും ഉപകാരപ്പെടുന്നതാണെന്നുള്ള ബോധമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. നല്ല സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിക്കുകയുള്ളൂ. നല്ല പൗരന്മാരുണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലവണ്ണം പഠിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ല പൗരന്മാരുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ജാഗ്രതാ സമിതി ഇവിടെ അറേഞ്ച് ചെയ്ത നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് മെമ്പർ മോഹൻദാസ് സാറിനും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും, പിന്നെ ഈ അംഗൻവാടി ടീച്ചർ, കുട്ടികൾ, കുറേ സാന്താക്ലോസുമാരുണ്ടാകത്ത്. നല്ല നമ്മൾ ആലോചിച്ച് നോക്കി, ആ കുഞ്ഞുങ്ങളൊക്കെ എത്രയോ മനോഹരമായ രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം വളരെ മികച്ച ഒന്നാണ്. വൃത്തിയുള്ള നല്ലൊരു അംഗൻവാടി, നല്ല അന്തരീക്ഷം, നല്ല കുഞ്ഞുങ്ങൾ, അവരൊക്കെ പഠിച്ച് നല്ല പൗരന്മാരായി വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടാം, കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങളെന്ന് നിയമം കണക്കാക്കുന്ന കുറേ വിഭാഗക്കാരുണ്ട്. അത് 1 പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളാണ്, 2 സ്ത്രീകളാണ്, 3 കുട്ടികളാണ്, 4 പ്രായമുള്ളവരാണ്, സീനിയർ സിറ്റിസൺസ് ആണ്, 5 മെൻ്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്കൊക്കെ പ്രത്യേക തരത്തിലുള്ള നിയമപരിരക്ഷയുണ്ട്. SC/ST വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൻസ്റ്റ് SC/ST കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും JJ ആക്ട് ഉണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിനുള്ള JJ ആക്ട് ഉണ്ട്. പ്രായപൂർത്തിയായവർക്ക് വേണ്ടി സീനിയർ സിറ്റിസൺ ആക്ട് ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഡൗറി പ്രൊവിഷൻ ആക്ട് ഉണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ നേരത്തെ IPC ആയിരുന്നു, ഇപ്പോൾ BNS ആണ്. BNSനകത്ത് കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ക്രൂരത കാണിച്ചാൽ ഉള്ള പഴയ സ്ത്രീധന പീഡന നിരോധന നിയമമുണ്ട്. അതുപോലെ തന്നെ 7 വർഷത്തിനിടയ്ക്ക്, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനിടയ്ക്ക് ഒരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചാൽ അത് ഒരു സ്ത്രീധന പീഡന മരണമായി കണക്കാക്കണം എന്നാണ് കോടതിക്ക്. അങ്ങനെ ഷാൽ പ്രിസ്യൂംഡ് എന്നാണ് പറയുന്നത്. അതിനവിടെ അങ്ങനെ തന്നെ കോടതി വിചാരിക്കണം. അല്ലാതെ നമ്മൾ അപകടം ഉണ്ടായതാണെന്നല്ല, അവരെ സ്ത്രീധനം ചോദിച്ചു പീഡിപ്പിച്ച് കൊന്നതാണെന്ന് കണക്കാക്കണം എന്നാണ് നിയമത്തിൻ്റെ വയ്പ്പ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമങ്ങൾ. അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ആണ് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നിയമം നൽകുന്ന സംരക്ഷണം നമ്മളുടെ, എന്തിനാണ് അങ്ങനെ സംരക്ഷണം നൽകുന്നത്? അവർ ദുർബല വിഭാഗങ്ങളാണ്, അവർക്ക് നിയമത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, സമൂഹത്തിൻ്റെ കരുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുള്ളവരുടെയും കരുതൽ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരെ ആ രീതിയിൽ തന്നെ കാണുക. SC/ST കമ്മ്യൂണിറ്റിക്കെതിരെ അതിക്രമം ഉണ്ടാവരുത്. പ്രായമുള്ളവരെ നമ്മൾ സംരക്ഷിക്കണം. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പ്രായമാകുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതേപോലെയാണ് പ്രായമാകുമ്പോൾ. നമ്മളൊരു ജീവിതചക്രമാണ് അല്ലേ. നമ്മൾ കിടന്നാണ്, ആദ്യം കിടക്കും, പിന്നെ എഴുന്നേറ്റിരിക്കും, മുട്ടിലെഴയും, കമന്ന് കിടക്കും, മുട്ടിലെഴയും, പിന്നെ എഴുന്നേറ്റ് നടക്കും, നടന്ന് പിന്നെ നമ്മൾ വലിയ ആളായി വീണ്ടും താഴുകയാണ്. പ്രായമായി കഴിയുമ്പോൾ പതുക്കെ അത് കുറഞ്ഞ് അവസാനം കിടപ്പിലെത്തി മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു ജീവിതചക്രം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രായമാകുന്ന സമയത്ത് എല്ലാവരുടെയും സംരക്ഷണവും കരുതലും. പ്രായമുള്ളവർക്ക് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അവർ പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ അവരോട് സംസാരിക്കാൻ താല്പര്യം കാണത്തില്ല. എന്താ, നമുക്ക് അവരോട് സംസാരിക്കാൻ കാരണം അവരുടെ വിഷയങ്ങളും അവരുടെ താല്പര്യങ്ങളും, അവർ ചിലപ്പം കുറ്റങ്ങളായിരിക്കും കാണുന്നത്. നീ എന്തിനാ അങ്ങോട്ട് പോയത്, അതെന്തിനാ ഇതെങ്കിൽ ചോദിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അവരോട് ദേഷ്യപ്പെടാതെ
അപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ എന്താ അമ്മൂമ്മേ, ഞാൻ അവിടെ ഒരു പോയതാണ് അമ്മൂമ്മ, അമ്മൂമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുക, അവരോട് സംസാരിക്കുക. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പ്രായമുള്ളവരോട് ബഹുമാനമോ പ്രായമുള്ളവരെ കരുതലോ അല്ലെങ്കിൽ പ്രായമുള്ളവരോട് സംസാരിക്കുകയോ ഒന്നുമില്ല. അവർ മൊബൈൽ എന്ന് പറയുന്ന വേറൊരു യഥാർത്ഥ ലോകത്തിരിക്കുകയാണ്. മൊബൈൽ അഡിക്ഷൻ വളരെ വലിയൊരു കുഴപ്പമാണ്. അപ്പോൾ ആ മൊബൈൽ അധികം ഉപയോഗിക്കാതെ ഇരിക്കുക, കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളെ പിന്നെ വീട്ടിൽ വഴക്കുണ്ടാകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു 6 മാസമോ 7 മാസമോ ഒക്കെ ആകുമ്പോൾ തൊട്ട് തന്നെ മൊബൈൽ കയ്യിലോട്ട് പിടിപ്പിക്കും. അതെന്തായാലും ഇതിനകത്ത് കൗതുകമുള്ള കാര്യങ്ങൾ. കുറച്ച് കഴിയുമ്പം സംഭവിക്കുന്നത് എന്താണ്, ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, കണ്ണിൻ്റെ കാഴ്ച പോവും അല്ലേ. ഞാനാ കണ്ണാടി വെച്ച് മൊബൈൽ നോക്കിയാണ്. പ്രായമാകുമ്പം കണ്ണിൻ്റെ കാഴ്ച കുറയുമെന്ന് പറഞ്ഞാൽ പോലും മൊബൈൽ നോക്കേണ്ടി വരും. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതുവരെ ഇതുവരെ നമ്മളറിയാതെ നോക്കിപ്പോവും. മൊബൈലിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു കാര്യത്തിനും സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മൊബൈൽ അധികം ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോകും. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോകും. കുനിഞ്ഞിരുന്ന് നോക്കുമ്പോൾ എന്ത് വരും, പെടലിക്ക് പ്രശ്നം ഉണ്ടാവും, മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും. അച്ഛനെ അമ്മയെ അറിയില്ല, ആരോട് സ്നേഹമില്ല, ആരോടും ഒരു അഫെക്ഷനില്ല, ഒരാളിനെ തിരിച്ചറിയില്ല, അടുത്തുള്ളവരെ പോലും അറിയില്ല. അതിനൊരു കോമഡി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫോൺ നന്നാക്കാൻ പോവുക, ഒരാഴ്ചയായിട്ട് ഫോൺ കേടാ. അപ്പോൾ ഒരാൾ നടന്നു വരുമ്പോൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അയാളൊന്ന് ഒറ്റയടി കൊടുത്തിട്ട് നിൻ്റെ അച്ഛനെ ഞാനെന്ന് പറഞ്ഞാൽ അച്ഛനെ പോലും തിരിച്ചറിയുന്നില്ല, കാരണം മൊബൈലിലാണ് ഫുൾ ടൈം. മാമുക്കോയെ പറയുന്നുണ്ട് 4-5 മക്കളുണ്ട് അദ്ദേഹത്തിന്, 3-4 മക്കളാണ്. അപ്പോൾ അദ്ദേഹം ഭാര്യ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ആഹാരം റെഡിയാകുന്ന തന്നെ മക്കളെല്ലാം മേളിൽ ഓരോ മുറിയിൽ നിന്ന് ഓരോ പരിപാടിയാണ്, മിസ്ഡ് കോൾ അടിക്കും. അപ്പോൾ അവരെല്ലാം ഇറങ്ങി ഒരു മൊബൈലോട്ട് വരും, വന്ന് കഴിക്കും, മൊബൈലോട്ട് തന്നെ കയറിപ്പോവും, ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഒരു യഥാർത്ഥ ഒരു വെർച്വൽ ലോകത്താണ് ഇരിക്കുന്നത്. അത് കുറയ്ക്കണം. മൊബൈലിൻ്റെ താല്പര്യം കുറച്ചിട്ട് വായന, പുസ്തകങ്ങളിലേക്ക് അവരെ എത്തിക്കുക, കളികളിലേക്ക് എത്തിക്കുക. കുട്ടികൾ കൂടിയിരുന്ന് ഇപ്പോൾ കളിക്കാറില്ല. 4 പേര് കൂടിയിരുന്നാലും മൊബൈൽ നോക്കും. എൻ്റെ പോക്കറ്റ് 2 മൊബൈലുണ്ട്, 2 ഇങ്ങനെ നോക്കേണ്ടി വരും. പണ്ടത്തെ ദൈവങ്ങൾക്കൊക്കെ ദൈവങ്ങൾക്കൊക്കെ 4 കൈകളും 10 കൈകളും ഒക്കെ ഇല്ലേ, നമ്മൾ പറഞ്ഞിട്ടില്ലേ. അവർക്കെല്ലാം നമുക്ക് വേണമെന്നില്ല, ഭാവിയിൽ മനുഷ്യർക്ക് അങ്ങനെ വേണ്ടി വരും. 10 കൈയും 10 തലയൊക്കെ വേണം ഈ മൊബൈലെല്ലാം നോക്കാനായിട്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരുപാട് സിമ്മുകളും ഒരുപാട് മൊബൈലുകളുണ്ട്. അപ്പോൾ ആ മൊബൈൽ അഡിക്ഷൻ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ്, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗം തന്നെയാണെന്ന് പറയാം. ഇതിനെതിരെയെല്ലാം നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട്. മൊബൈൽ വഴി ഉണ്ടാകുന്ന കുഴപ്പങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ന്യൂ ഇയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.